അങ്ങനെ ഇന്ന് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും എന്നെ കൊണ്ടാക്കാൻ വരുന്നതൊക്കെ. അങ്ങനെ സ്റ്റേഷനിലെത്തി നമ്മൾ കുറേ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ട്രാഫിക് ഉള്ള സമയമാണ്. കാരണം ആ മഴയുടെ സമയത്താട്ടോ. പിന്നെ ഈ വരുന്ന ട്രെയിനാണ് ഞാൻ പോകാനുള്ള ട്രെയിൻ. അങ്ങനെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ട്രെയിന്. അങ്ങനെ അവസാനം ട്രെയിൻ വന്ന് കയറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒറ്റക്കായോണ്ട് നല്ല ബോറഡായിരുന്നു. അങ്ങനെ ഇതേ കണ്ണൂർ എത്തിയപ്പോൾ നമ്മുടെ അദ്വൈത് കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേഗം സമയം പോയിട്ടുണ്ടായിരുന്നു. ഇത് എയർനാടിനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒറ്റക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതിന് എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതേ സമയപ്പോൾ നമ്മൾ അടത്തിയിട്ടുണ്ട്. ഈ എയർനാടിന് വരുമ്പോഴുള്ള പ്രശ്നം നമ്മൾ നല്ലോണം ലേറ്റ് ആവും ഇവിടെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് പോവാം. അതുകൊണ്ട് മാത്രമല്ല ബാഗ് അത്യാവശ്യം വെയിറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വയ്യാത്തോണ്ട് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി അവിടുന്ന് വേഗം ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് കോമഡി അങ്ങനെ കുറേ നേരം അവസാനം നമ്മൾ മൂഡ്ബിദ്രി ലാൻഡ് ആയിട്ട് നേരെ പോയത് ഈ ഒരു ഫ്രൂട്ട് ഷോപ്പ് കാണാൻ. കാരണം നാരങ്ങ വാങ്ങിക്കണ്ടിരുന്നു. നമ്മൾ ഭവ്യൊക്കെ വയ്യാതിരിക്കുന്ന സമയം അതുകൊണ്ട് ലെമൺ ടീ അടിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയി അടുത്ത ബസ് വിളിച്ചിട്ട് ഞാൻ നേരെ വിദ്യഗിരി ഇറങ്ങി. ആ പോണ ബസ്സിലാണ് ഞാൻ വന്നത്. പിന്നെ നേരെ ഒറ്റക്കുള്ള നടത്തിയിരുന്നു. ഒരു 4 മിനിറ്റ് ഉണ്ടാവും ഹോസ്റ്റലിലേക്ക്. പിന്നെ അവിടുന്ന് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയിട്ടുണ്ട്.